ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻറ്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആണ്. കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പൊതുവേ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കാരണം ഇതിനകത്ത് 2 കോംപ്ലിക്കേറ്റഡ് ഡെറിവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ. പക്ഷേ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് മറ്റ് ചാപ്റ്ററുകളെ പോലെ അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ അല്ല ഇത്. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ ചോദിക്കുക ഒരു 3 മാർക്കൊക്കെ ഈ ചാപ്റ്ററിന് വെയിറ്റേജ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അതിൽ കുറയാനാണ് സാധ്യത. അതിൽ കൂടുതലായിട്ട് ഇതിൽ നിന്ന് വെയിറ്റേജ് പൊതുവേ വരാറില്ല. ഇപ്പൊ നിങ്ങളുടെ പുതിയ ഫോക്കസ് ഏരിയ സിലബസ് ആയതാണ് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവും നമുക്കറിയില്ല. എന്നാൽ കൂടി ഇതിന് അധികം ഈ ചാപ്റ്ററിന് അധികം വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാറില്ല. സോ പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. പല കുട്ടികൾക്കും A+ നഷ്ടപ്പെട്ടത് ഇങ്ങനെ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമുക്ക് ആകെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഉള്ളൂ. ഒന്നാമത്തെ കൈനറ്റിക് തിയറി ആണ്, രണ്ടാമത്തെ പ്രഷർ ആണ്. ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്തത് ടെമ്പറേച്ചറിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ബോർഡിനകത്ത് അന്തസ്സായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒരു തിയറി, കൈനറ്റിക് തിയറി. അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യം. ഞാൻ എപ്പോഴും എന്റെ ഓൺവേർഡ്സിൽ പറയുമ്പോൾ അത് പ്രോപ്പർ ആവില്ല എന്നതുകൊണ്ടാണ് ഞാൻ ബോർഡിനകത്ത് വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സോ പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, ചേട്ടാ ഒന്ന് ബോർഡിൽ സൈഡ് നിൽക്കുക, എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. പല കുട്ടികളും കമന്റ് ബോക്സിൽ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലോ നോട്ട് ചെയ്തിട്ടാണെങ്കിലും ഇത് പ്രോപ്പർലി ആദ്യം പഠിച്ച് മനസ്സിലാക്കുക. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ എഴുതാൻ നിങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് എഴുതണം. ഓക്കെ, നമുക്ക് ഓരോ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് നോക്കാലോ. കൈനറ്റിക് തിയറിയുടെ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്, ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഗ്യാസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കളക്ഷൻ ആണ്. ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, നമുക്കറിയാം മോളിക്യൂൾസിനെ കുറിച്ചെല്ലാം നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. സോ ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഗ്യാസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ കളക്ഷൻ ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് റെഡി അല്ലേ? അടുത്തത്, സൈസ് ഓഫ് ദ മോളിക്യൂൾ ഈസ് വെരി മച്ച് സ്മോൾ വെൻ കമ്പയറിംഗ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. നമുക്കറിയാം നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ ഒക്കെ നമ്മൾ ഡയഗ്രാം വരച്ച് പഠിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസിലാണുള്ളത്. സോ ഒരു മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സ്മോൾ ആയിരിക്കും. The size of the individual molecule is very much small or negligible when comparing to the distance between 2 molecules. 2 മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ അത്രത്തോളം ചെറുതാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ, മോളിക്യൂൾ ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലാണ്. ഒരിക്കലും ഒരു പൊസിഷനിൽ സ്റ്റേഷനറി ആയി നിൽക്കുന്ന മോളിക്യൂൾ അല്ല ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ. റാൻഡം മോഷനിലാണ് ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും ഉണ്ടാവുക. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. നാലാമത്തെ, ഡ്യൂറിംഗ് ദ മോഷൻ ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഗ്യാസ് എപ്പോഴും, അല്ലെങ്കിൽ ഗ്യാസിന്റെ വോള്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഗ്യാസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് ഗ്യാസ് എടുക്കുന്നത്, അതിന്റെ വോള്യമാണ് ഗ്യാസിന്റെ വോള്യം എന്ന് പറയുന്നത് അല്ലെ. സോ ഈ പറയുന്ന ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നത്, അതിനകത്ത് 2 രീതിയിൽ കൊളിഷൻസ് നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ മോളിക്യൂൾസ് പോയിട്ട് ഈ കണ്ടെയ്നറിന്റെ വാളിൽ പോയി കൂട്ടിയിടിക്കും. അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ വാളിൽ പോയി കൂട്ടിയിടിക്കും. മോളിക്യൂൾസ് 2 രീതിയിൽ കൂട്ടിയിടിക്കാറുണ്ട്. ഒന്ന് പരസ്പരം കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നറിന്റെ വാൾ, ചുമരുകളിൽ പോയി ഒരു പാത്രം എടുത്താൽ പാത്രത്തിന്റെ വാൾസിൽ പോയിട്ട് കൂട്ടിയിടിക്കാറുണ്ട്. സോ 2 കൈൻഡ് ഓഫ് കൊളിഷൻസ് മോളിക്യൂൾസ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അടുത്തത്, the collisions are elastic collision. collisions എന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ ലീനിയർ മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ. മൊമെന്റത്തിന്റെ കേസിലും അതുപോലെ തന്നെ ബിഫോർ കൊളിഷനുള്ള മൊമെന്റവും ആഫ്റ്റർ കൊളിഷനുള്ള മൊമെന്റവും സെയിം ആയിരിക്കും. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം ആർ കൺസേർവ്ഡ്. സോ ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. അതാണ് നമ്മുടെ എന്താ പറയുന്നത് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തെ പോയിന്റ്, kinetic energy of molecule is proportional to the absolute temperature. Kinetic energy of molecule is proportional to the absolute temperature. അതായത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗ്യാസ് എടുത്ത് കഴിഞ്ഞു വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂടിയാൽ ആ മോളിക്യൂൾസിന്റെ റാൻഡം മോഷന്റെ സ്പീഡും അല്ലെങ്കിൽ വെലോസിറ്റിയും കൂടും. സോ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും കൂടും. സോ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണോ ഗ്യാസ് ഉള്ളത് ആ ടെമ്പറേച്ചറിന് ആ ഗ്യാസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ആണ്
ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ കൈനറ്റിക് എനർജിയിലും കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിയിൽ മാറ്റം വരും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടും. ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ക്ലിയർ? Next postulate, there is no force of attraction or repulsion between the molecule. ഈ പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. കാരണം ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്. There is no force of attraction between two molecules. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. എത്ര പോയിന്റ് ആണ്? 7 പോയിന്റുകളാണ് കൈനറ്റിക് തിയറിയിൽ ഉള്ളത്. ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ മിനിമം 5 പോയിന്റ് എങ്കിലും എഴുതണം. മിനിമം 5 പോയിന്റ് എഴുതണം. 7 പോയിന്റ് അറിഞ്ഞാലേ 5 പോയിന്റ് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റത്തുള്ളൂ, അറിയാലോ. സോ 7 പോയിന്റും പഠിക്കുക, 5 പോയിന്റ് ഉറപ്പായും എഴുതുക. 7 പോയിന്റ് എഴുതിയാൽ ഒന്നും പേടിക്കാനില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതലായിട്ടും 100% ചോദിക്കാൻ സാധ്യതയുള്ള ഈ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. 7 പോസ്റ്റുലേറ്റ്സ് അന്തസ്സായി മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓപ്പണായി പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡെറിവേഷൻ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് പഠിക്കണം. സോ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ തന്നെ പഠിക്കുക. ഓവർ ഇൻഡെപ്ത് ആയിട്ട് അണ്ടർഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ലെവലിൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സർഫേസ് ലെവലിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ വരച്ചിരിക്കുന്നത് ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക, ഒരു പാത്രമാണ്, ഒരു ക്യൂബിക്കൽ ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് കംപ്ലീറ്റ്ലി കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. വട്ടം വട്ടം വെച്ചാണ് ഗ്യാസ് മോളിക്യൂൾസ്. സോ ഇത്രയൊന്നും അല്ല, കുറെ ഉണ്ട്. ഞാൻ എല്ലാം വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉടായ്പായിട്ട് ഫീൽ ആവും. സോ അതുകൊണ്ട് ഒരു ഗ്യാസ് മോളിക്യൂൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഗ്യാസ് മോളിക്യൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ, കുത്തിട്ട് വെച്ച ഗ്യാസ് മോളിക്യൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഈ ഗ്യാസ് മോളിക്യൂൾ ഈ പറയുന്ന ക്യൂബിക് കണ്ടെയ്നറിന്റെ ഞാൻ ഷെയ്ഡഡ് വാളിൽ പോയിട്ട് ഇത് കൊളൈഡ് ചെയ്യാണ്. ഷെയ്ഡഡ് വാളിൽ പോയിട്ട് കൊളൈഡ് ചെയ്യാണ്. സോ ഒരു ഗ്യാസ് മോളിക്യൂൾ റാൻഡം മോഷനിലാണ്, നിങ്ങൾക്ക് അറിയാം. സോ അതിന് എല്ലാ ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ടാവും. സോ നമ്മുടെ എക്സ് കോമ്പോണന്റ് ഇതാണ്, സെഡ് കോമ്പോണന്റ് ഇതാണ്, വൈ കോമ്പോണന്റ് ഇതാണ്. സോ ഈ പറയുന്ന ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി 3 തരത്തിലുണ്ടാവും. ഏതൊക്കെയാണ്? Vx, Vy, Vz. സോ 3 കോമ്പോണന്റ് വെലോസിറ്റിക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ? 3 കമ്പോണന്റ് ഉണ്ടാവും. ഇനീഷ്യലി ഇതിന് 3 കമ്പോണന്റ് ആണ്. ഇത് കൊളൈഡ് ചെയ്തിട്ട് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരിക എന്ന് വിചാരിക്കുക. സോ ഇതിന്റെ വെലോസിറ്റി എന്താണ് മാറ്റം വരിക? -Vx, Vy, Vz. കാരണം എന്താണ്? എക്സ് ഡയറക്ഷനിലാണ് അതിന്റെ മൂവ്മെന്റ്. സോ അടുത്ത തിരിച്ച് അതേ പൊസിഷനിൽ വരും. സോ അങ്ങോട്ട് പോസിറ്റീവ് ആയിട്ട് വെലോസിറ്റി വരും, തിരിച്ചു വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും. സോ എക്സിലുള്ള വെലോസിറ്റി മാത്രം -Vx ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇത് ഫസ്റ്റ് ഇനീഷ്യൽ ആണ്, ഇത് സെക്കൻഡ് കണ്ടീഷൻ ആണ്. ക്ലിയർ? സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകും, നമുക്കറിയാം മൊമെന്റം ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മൊമെന്റം ബിഫോർ കൊളിഷൻ, P ബിഫോർ കൊളിഷൻ, മൊമെന്റം ബിഫോർ കൊളിഷൻ. അപ്പോൾ ഇനി ലീനിയർ മൊമെന്റം ബിഫോർ കൊളിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു m ഇൻറ്റു Vx എന്ന് എഴുതാം. m ഇൻറ്റു Vx, കാരണം ബിഫോർ കൊളിഷനുള്ള വെലോസിറ്റി എത്രയാണ്? Vx ആണ്. m ഇൻറ്റു Vx എന്ന് എഴുതാം. സോ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ, അതായത് എന്താണ്? കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ആ പറയുന്ന വാളിൽ പോയി ഇടിച്ചിട്ട് തിരിച്ചു വന്നല്ലോ, ആ സമയത്തുള്ള വെലോസിറ്റി എത്രയായി മാറി? -Vx ആയിട്ട് മാറി. സോ -Vx, സോ m ഇൻറ്റു മൈനസ് അല്ലെങ്കിൽ -mVx, -m കോമൺലി ഫ്രണ്ടിൽ ഇട്ടു, -mVx എഴുതി. സോ ഈ ബിഫോർ കൊളിഷനെ ഞാൻ എന്ത് എഴുതി? P1 ആയിട്ട് എഴുതി, ഇതിനെ P2 ആയിട്ട് എഴുതി. ക്ലിയർ? മൊമെന്റം ബിഫോർ കൊളിഷൻ P1 ഈക്വൽ ടു mVx, സെക്കൻഡ് വൺ -mVx എഴുതി. ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി ആണ്. സോ mVx -mVx. ക്ലിയർ അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം എന്ന രീതിയിൽ എഴുതി. ക്ലിയർ? മൈനസും പ്ലസ് അല്ലേ? സോ mVx പ്ലസ് mVx ഈക്വൽ ടു mVx പ്ലസ് mVx എന്താണ്? 2mVx. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ഒരു ഗ്യാസ് മോളിക്യൂള് ഒരു ഫേസിൽ പോയിട്ട് ഈ കണ്ടെയ്നറിന്റെ ഒരു ഭാഗത്ത് പോയി ഒരു വാളിൽ പോയി ഇടിച്ച് തിരിച്ചു വരാൻ ആവശ്യമുള്ള ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് എത്ര കിട്ടി? 2mVx എന്ന് കിട്ടി. 2mVx. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതാണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാം. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇവിടെ ചേഞ്ച് ഇൻ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ടി തന്നെ എടുത്താലും മതി, കുഴപ്പമില്ല കേട്ടോ. സോ ഡെൽറ്റ പി ബൈ ടി എന്ന രീതിയിൽ നമുക്ക് എടുക്കാം ചേഞ്ച് ഇൻ മൊമെന്റം. ക്ലിയർ? സോ നമുക്കറിയാം ടി നമുക്ക് കണ്ടുപിടിക്കണം. ടി നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഇങ്ങോട്ടുള്ള ദൂരത്തിനെ L ആയിട്ട് എടുക്കുക, തിരിച്ചും അതേ ദൂരം തന്നെ വന്നില്ലേ? സോ 2L ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. 2L ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ ടൈം എന്ന് എഴുതാലും ഒരു കുഴപ്പമില്ല. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എഴുതിയാൽ മതി. അവിടെ എഴുതുന്ന പോലെ തന്നെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ? സോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ടൈം ഡെൽറ്റ ടി എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ടി, ഇവിടെയും ഡെൽറ്റ ടി തന്നെ കൊടുക്കാം കേട്ടോ.
2l എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ l ഡിസ്റ്റൻസ് അവിടെ കൂട്ടിയിടിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ. സോ ടോട്ടൽ 2l ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. 2l ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. സോ നമ്മുടെ ടൈം ഈക്വൽ ടു ഡെൽറ്റ ടി ഈക്വൽ ടു എന്ത് വരും? vx ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ 2l ഡിവൈഡഡ് ബൈ vx എന്ന് വരും. 2l ഡിവൈഡഡ് ബൈ vx എന്ന് വരും. 2l ഡിവൈഡഡ് ബൈ vx എന്ന് വരും. ഈ പറയുന്ന ഡെൽറ്റ ടിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2l ഡിവൈഡഡ് ബൈ vx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2l ഡിവൈഡഡ് ബൈ vx എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ p ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിക്ക് വരാം 2l ഡിവൈഡഡ് ബൈ vx. 2l ഡിവൈഡഡ് ബൈ vx സബ്സ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഈ vx എന്താവും? ന്യൂമറേറ്ററിൽ പോവും. So 2mvx square, vx into vx, vx square divided by 2l എന്ന് വരും. 2 cancel ചെയ്യാലോ? 2 cancel ചെയ്തു. ബാക്കി mvx square divided by l എന്ന് വരും. mvx square divided by l എന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ മാറും ട്ടാ. സോ എന്ത് കിട്ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡെൽറ്റ p by ഡെൽറ്റ t equal to mvx square divided by l എന്ന് വന്നു. mvx square divided by l. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ന്യൂട്ടൺസ് ലോ നമ്മൾ പഠിച്ച ഫോഴ്സ് ഈക്വൽ ടു ഡെൽറ്റ p by ഡെൽറ്റ t ആണ്. ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലേ? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ f ഈക്വൽ ടു എന്ത് എഴുതാം? mvx square divided by l എന്ന് എഴുതാം. mvx square divided by l എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്ന ടേമിലോട്ട് ഈ vx നെ മാറ്റുകയാണ്. അതായത് വെലോസിറ്റിന്റെ മീൻ സ്ക്വയർ വെലോസിറ്റി നമ്മൾ v ബാർ സ്ക്വയർ എന്നാണ് എഴുതുക. v ബാർ സ്ക്വയർ ഈക്വൽ ടു vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ പ്ലസ് vz സ്ക്വയർ. അതായത് 3 ആക്സിസിലും അല്ലെങ്കിൽ 3 ഡയറക്ഷനിലുള്ള വെലോസിറ്റിന്റെ സം ആയിരിക്കും മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന vx ഉം vy ഉം vz ഉം സെയിം ആയിരിക്കും. vx ഉം vy ഉം vz ഉം സെയിം ആണ്. സോ മൂന്നെണ്ണത്തിനും vx തന്നെ കൊടുക്കാലോ. സോ vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ പ്ലസ് vz സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇത് 3 vx സ്ക്വയർ ആവുമ്പോൾ 3vx സ്ക്വയർ എന്ന് എഴുതാലോ. v ബാർ സ്ക്വയർ അതായത് മീൻ സ്ക്വയർ വെലോസിറ്റി ഈക്വൽ ടു 3vx സ്ക്വയർ. നമ്മുടെ ഈ പറയുന്ന ഇക്വേഷനിൽ vx സ്ക്വയർ അല്ലേ ഉള്ളത്? therefore vx സ്ക്വയർ ഈക്വൽ ടു v ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ഇക്വേഷൻ നമ്പർ 3 ആണ് ട്ടോ. ഇക്വേഷൻ നമ്പർ 3. vx സ്ക്വയർ ഈക്വൽ ടു ഈ പറയുന്ന 3 ഈ സൈഡ് കൊണ്ടുപോയി. സോ v ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന രീതിയിൽ എഴുതി. ഇക്വേഷൻ നമ്പർ 3. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 3 into നമുക്ക് മൂന്നാമത് കിട്ടിയ ഇക്വേഷൻ രണ്ടാമത് കിട്ടിയ ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് vx സ്ക്വയറിന് പകരം v ബാർ സ്ക്വയർ ബൈ 3 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഫോഴ്സ് ഈക്വൽ ടു എന്ത് വരും? m into vx സ്ക്വയറിന് പകരം v ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ l. ക്ലിയർ അല്ലേ? m into v ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ l എന്ന് വരും. ഇതിനെ ന്യൂമറേറ്റർ കൊണ്ടുപോയാ m into v bar square divided by 3l എന്ന് വരും. m into v bar square divided by 3l എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ അഥവാ നാലാമത്തെ ഇക്വേഷൻ. ഫോഴ്സിന്റെ ഇക്വേഷൻ അഥവാ നാലാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രഷർ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഈ ക്യൂബിന്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞ L ആണെന്ന് വിചാരിക്കുക. സോ എല്ലാ സൈഡും L എന്ന് പറയുന്ന ലെങ്ത് ആണ് ക്യൂബിനുള്ളത്. സോ നമുക്ക് ഏരിയ എന്ത് വരും? ഏരിയ ഈക്വൽ ടു L സ്ക്വയർ ആയിരിക്കില്ലേ? L ആണ് ലെങ്ത് എങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പ്രഷറിന്റെ വാല്യൂ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് അറിയാം. സോ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സിന് പകരം m v bar square divided by 3l whole divided by l square എഴുതാം. ഈ l square എന്താണ്? ഏരിയ ആണ്. ഈ ഏരിയ ആണ് ഞാൻ ഇവിടെ l square എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈക്വൽ ടു mv bar square divided by 3l cube. ഈ l square ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? l cube ആയിട്ട് മാറും. സോ 3l cube എന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ മാറും. ക്ലിയർ അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കറിയാം ഒരു ക്യൂബിന്റെ L ക്യൂബ് എന്താണ്? അതിന്റെ വോള്യം ആണ്. L ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ വോള്യം ആണ്. സോ L ക്യൂബിന് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോള്യം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ P equal to mv bar square
ഡിവൈഡഡ് ബൈ 3v. മുകളിലുള്ളത് വെലോസിറ്റി ആണ്, താഴെയുള്ളത് വോള്യം ആണ്. രണ്ടും കൂടി മാറിപ്പോകരുത് കേട്ടോ. ഇത് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്, താഴെയുള്ളത് വോള്യം ആണ്. രണ്ടും കൂടി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്, മാറിപ്പോകരുത് കേട്ടോ. സോ ദെൻ ഇതിനൊന്നുകൂടി കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുമ്പോൾ 1/3 P equal to 1/3. നമുക്ക് ഇവിടെ n number of molecules ഉണ്ടെന്ന് വിചാരിക്കാം. ഒരെണ്ണം അല്ല, n number of gas molecules ഉണ്ടെന്ന് വിചാരിക്കാം. So nm v bar square, nm v bar square divided by v എന്ന് എഴുതാം. nm v bar square divided by v എന്ന രീതി നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ക്ലിയർ അല്ലേ? നമുക്ക് അറിയണം, അതായത് nm divided by v equal to density ഈക്വൽ ആണ്. അതായത് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈക്വൽ ആണ്. ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം അല്ലേ? ഇവിടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് nm ആണ്. nm ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈക്വൽ ആണ്. സോ പ്രഷർ ഈക്വൽ ടു 1/3 rho v bar square. പ്രഷർ ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, വി ബാർ എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്, പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ ആണ്. സോ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ നമ്മൾ ഇത്തരത്തിലാണ് ഡിറൈവ് ചെയ്യുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ പഠിച്ചേ തീരൂ. ഫോക്കസ് ഏരിയയിലുണ്ട്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓരോ സ്റ്റെപ്പും 2-3 തവണ ഇതേ ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വൃത്തിയായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. കഴിഞ്ഞ ഡെറിവേഷൻ പോലെ വലിയൊരു ഡെറിവേഷൻ അല്ല, വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ ഒരു ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കിയാലോ, നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? പ്രഷർ ഈക്വൽ ടു എന്തായിരുന്നു? 1/3 nm v bar square divided by v. ഇങ്ങനെയായിരുന്നു കിട്ടിയിട്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് മുകളിൽ വരെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടില്ല. 1/3 nm v bar square divided by v എന്ന രീതിയിലാണ് നമ്മൾ പ്രഷറിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടായിരുന്നു. ശരിയല്ലേ? നമുക്ക് പി വി കണ്ടുപിടിച്ചാലോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പി വി എന്ന് അറിയാലോ, പ്രഷർ ഇൻറ്റു വോളിയം ലെഫ്റ്റ് സൈഡ്. പി വി ഈക്വൽ ടു, സോ ഈ ഇക്വേഷൻ എന്ത് വെച്ച് കുടിക്കണം? v വെച്ച് കുടിക്കണം. സോ 1/3 nm v bar square divided by v into v എന്ന് വരും. സോ വിയും വിയും ക്യാൻസൽ ആവും അല്ലേ? സോ പി വി ഈക്വൽ ടു എന്ത് വരും? 1/3 nm v bar square എന്ന് വരും. 1/3 nm v bar square എന്ന് വരും. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി ഒന്നും ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചാൽ ഇതിനെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേബിളിലോട്ട് ആക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ 2. ഈ പറയുന്ന LHS നമ്മൾ എന്ത് ചെയ്യാം? 2 വെച്ച് ഗുണിക്കും ഡിവൈഡും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാന്ന് പറയട്ടെ. പി വി ഈക്വൽ ടു 2 വെച്ച് ഗുണിക്കുകയാണ്. സോ 2/3 n into 1/2 half m v bar square. ക്ലിയർ അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 2 വെച്ച് ഗുണിച്ചു ട്ടാ. അപ്പൊ ചിലർക്ക് ഇതിൽ സംശയം ഉണ്ടാകും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഡെറിവേഷനിൽ ഞാൻ ഇതേപോലെ ചെയ്തപ്പോൾ കുറെ കുട്ടികൾ എന്നോട് ചോദിച്ചു, ഇടതുവശത്ത് മാത്രം ചെയ്താൽ വലതുവശത്ത് മാത്രം ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക? ഇടതുവശത്ത് കൂടി ചെയ്യണമല്ലോ. അപ്പൊ ഈ 2 ഇങ്ങോട്ട് എടുത്തു എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ രണ്ട് സൈഡും 2 വെച്ച് ഗുണിച്ചു എന്ന രീതിയിലാവില്ലേ? സോ അതുകൊണ്ട് ഒരു സൈഡ് ഡിവൈഡും മൾട്ടിപ്ലൈയും ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല കേട്ടോ. സോ ആ രീതിയിൽ നിങ്ങൾ ആരും പേടിക്കണ്ട. സോ പി വി ഈക്വൽ ടു 2/3 n into half m v bar square എന്ന് പറഞ്ഞാൽ എന്താണ്? half m v square എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലേ? ഇവിടെ half m v bar square എന്ന് വരും. സോ അതും കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? സോ പി വി ഈക്വൽ ടു 2/3 n into കൈനറ്റിക് എനർജി എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അടുത്തത് ഇവിടെ നമ്മുടെ പി വി ഈക്വൽ ടു nRT എന്ന് പറഞ്ഞ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടല്ലോ. പി വി ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇവിടെ അതിനെ മാറ്റിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പി വി ഈക്വൽ ടു n into kBT. കൈനറ്റിക് തിയറി നമ്മൾ എങ്ങനെ പറയാ? പി വി ഈക്വൽ ടു n into kBT. kb നിങ്ങൾക്ക് അറിയില്ല അല്ലേ? kb എന്ന് വെച്ചാൽ എന്താണ്? kb എന്ന് വെച്ചാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. kb എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ ഒന്നും ആവശ്യമില്ല, ഇത് ഡെറിവേഷനിലേ ചോദിക്കത്തുള്ളൂ. സോ kb എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഇത് കൈനറ്റിക് തിയറിയിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈ രീതിയിലാണ് എഴുതുക കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? പി വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ 2/3 n into കൈനറ്റിക് എനർജി ഈക്വൽ ടു n into kBT എന്ന് എഴുതാം. n into kBT എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. സോ മുകളിലത്തെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ഞാൻ വായിക്കുകയാണ് കേട്ടോ. സോ ഇതിനെ എന്നും എന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എന്നും ക്യാൻസൽ ചെയ്തു. സോ 2/3 into കൈനറ്റിക് എനർജി ഈക്വൽ ടു 2/3 into കൈനറ്റിക് എനർജി ഈക്വൽ ടു kBT. 2/3 into kinetic energy equal to kBT. Therefore, kinetic energy equal to 3/2 kBT. 3/2 kBT. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമില്ല, kinetic energy is directly proportional to absolute temperature. Kinetic energy എന്ന് പറയുന്നത് absolute temperature directly proportional ആണ്. Kinetic energy of the molecule is directly proportional to the absolute
ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതാണ് ഇവിടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രഷറിനെയും വോളിയത്തിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ടെമ്പറേച്ചർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇതാണ് നമ്മുടെ ഈ പറയുന്ന കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന റിലേഷൻ. വളരെ സിമ്പിൾ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് പ്രപ്പോർഷണൽ ടു ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയിൽ നിന്ന് പഠിക്കാനുള്ള, കൈനറ്റിക് തിയറിയിൽ നിന്ന് പഠിക്കാനുള്ള ഫോക്കസ് ചെയ്ത ടോപ്പിക്സ്. സോ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യം പറഞ്ഞ ചോദ്യത്തിന് തന്നെ കൊടുക്കുക. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സിനെ കൊടുക്കുക. ഈ പറയുന്ന രണ്ട് ഡെറിവേഷൻസും പഠിച്ചു വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ, കമന്റ് ബോക്സിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഉറപ്പായും നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.